എല്ലാവർക്കും RJ's മൈൻഡ് പവർ ട്രെയിനിങ്ങിലേക്ക് സ്വാഗതം. ഉത്സാഹത്തിലും ഉന്മേഷത്തിലും സന്തോഷത്തിലുമായിരിക്കുക എന്നതാണ് നമ്മൾക്ക് വേണ്ടി ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. ഈ അവസ്ഥയിലായിരിക്കുമ്പോഴാണ് നമ്മൾ നല്ല ഒരു വൈബ്രേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നമ്മളിൽ നിന്ന് നല്ല വൈബ്രേഷൻ പുറത്തേക്ക് പോകുന്നത്. നമ്മൾ ഏത് വൈബ്രേഷനാണോ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നത്, അതേപോലുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വന്ന് ചേർന്നുകൊണ്ടേയിരിക്കും. ഇത് കേൾക്കുമ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, സന്തോഷിക്കാനുള്ള ഒരു അവസ്ഥയിലല്ല, ആ സമയത്ത് എങ്ങനെയാണ് ഞാൻ സന്തോഷിക്കുക എന്ന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ സുഖമില്ലാത്ത, ഈ സന്തോഷമില്ലാത്ത ഒരവസ്ഥ എങ്ങനെയാണ് ഈ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കാം. കുറച്ച് കാലങ്ങളായി നിങ്ങൾ എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ കാര്യങ്ങളെക്കുറിച്ച് സ്ട്രെസ്സായിരിക്കും, അല്ലെങ്കിൽ ഭയം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നുള്ള ചിന്തയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നുണ്ടായിരിക്കും. അതായത് സ്വയത്തിനോട്, നമ്മളോട് തന്നെ നമ്മൾ സത്യസന്ധത കാണിക്കാതെ ജീവിച്ചിട്ടുണ്ടായിരിക്കാം. ഇങ്ങനെ നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി കുറച്ച് നാളുകളായി ഇങ്ങനെ താഴേക്ക് കൊണ്ടിരിക്കുന്നുണ്ടാകും. അങ്ങനെ കുറേ നാളുകൾ കഴിയുമ്പോഴാണ് വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യം നമ്മളോട് തന്നെ സത്യസന്ധത കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ചിലർ ജീവിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഈ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാതെ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കണം. അല്ലാതെ നിവൃത്തികേട് കൊണ്ട് ഞാനങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുകയാണ് എന്നുള്ള ഒരു മെൻറ്റാലിറ്റി വരുമ്പോഴാണ് നമ്മളുടെ വൈബ്രേഷൻ താഴത്തേക്ക് പോകുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചില അച്ഛനമ്മമാരൊക്കെ പറയുന്നത് കേൾക്കാം, മക്കളെ ആലോചിച്ചിട്ടാണ് ഞാനിതെല്ലാം സഹിക്കുന്നത്, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നത്, അല്ലെങ്കിൽ എന്നേ ഇതൊക്കെ ഇട്ട് പോയേനെ, അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മക്കളെ ആലോചിച്ചിട്ടാണോ അങ്ങനെ ചെയ്യുന്നത്? മക്കൾ വിഷമിക്കുന്നത് കാണുമ്പോൾ നമ്മൾക്ക് വിഷമമാകുന്നുണ്ട്. നമ്മൾ വിഷമിക്കുന്നത് കൊണ്ടാണ് അവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. മക്കൾ വിഷമിക്കുന്നത് കാണുമ്പോൾ ഓരോ അച്ഛനമ്മമാരുടെയും മനസ്സ് വേദനിക്കുന്നുണ്ട്. അപ്പോൾ അവരാഗ്രഹിക്കുന്നത് എന്താണ്? അവരുടെ മനസ്സ് വേദനിക്കരുതെന്ന് വിചാരിച്ചിട്ടല്ലേ ആ തീരുമാനം അവിടെ എടുക്കുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളുടെയും ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുക. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു മാനസിക വിഷമം തോന്നില്ല. പിന്നെ ചിലർ പറയുന്നുണ്ട്, കൂടെ താമസിക്കുന്നവരെല്ലാം നെഗറ്റീവ് വ്യക്തികളാണ്, അവർ എപ്പോഴും കുറ്റപ്പെടുത്തലുകളാണ് കേൾക്കുന്നത്, നല്ല വാക്കുകൾ കേൾക്കുന്നില്ല എന്നുള്ള ചില പരാതികൾ കേൾക്കുക. ആരിൽ നിന്നും നല്ലത് കേൾക്കുമ്പോഴും വലിയ സന്തോഷത്തിലാവാനും കുറ്റപ്പെടുത്തലുകൾ കേൾക്കുമ്പോൾ വളരെ വിഷമത്തിലാകാനുമുള്ള ഒരു മാനസികാവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുക്തി നേടണം. നിങ്ങൾ തന്നെ ആ ഒരു അവസ്ഥയെ മാറ്റിയെടുക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമാണ്. ആരെത്ര പുകഴ്ത്തി പറഞ്ഞാലും വളരെയധികം സന്തോഷിക്കാനും പോകണ്ട. കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിൽ കുറ്റമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾക്കറിയാം. അപ്പോൾ കുറ്റമില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കും വേണ്ട, കുറ്റം ഉണ്ട് എന്ന് തിരിച്ചറിയുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ മാറ്റുകയും ചെയ്യാം. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ കുറ്റം പറയുന്ന ആളുകൾ ഒരു കാരണവുമില്ലാതെ, നമ്മൾ തെറ്റ് ചെയ്യാതെ തന്നെ മറ്റുള്ളവർ കുറ്റം പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്ന വ്യക്തികളുടെ മനസ്സിൽ വളരെയധികം വൈരാഗ്യവും ദേഷ്യവും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ പറയുന്ന ആളുകൾ വളരെ സന്തോഷത്തോടെയാണോ ഇതൊക്കെ പറയുന്നത്? അങ്ങനെയുള്ള ആളുകൾ പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾ അവരുടെ മുന്നിൽ അവരുടെ വാക്കുകൾ കേട്ട് തളർന്നു പോയി എന്നുള്ളത് കാണിക്കരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു വർക്കിൽ മുഴുവനും ചെയ്തുകൊണ്ടിരിക്കുക, ആ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുക. ആവശ്യമില്ലാതെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചിരിക്കുന്നത് ഒഴിവാക്കുക. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. പ്രാണായാമ എല്ലാ ദിവസവും ചെയ്യുക. നമ്മുടെ ബോഡി ലാംഗ്വേജ് എപ്പോഴും നല്ല പ്ലസൻ്റ് ആക്കി വയ്ക്കുക. നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരുന്നും മുഖത്തൊരു പുഞ്ചിരിയൊക്കെ വെച്ച് ഐ ആം ഗ്രേറ്റ് എന്നുള്ള ഒരു ഫീലിങ്ങോട് കൂടി
ഇരിക്കണം. നമ്മളെ ബോഡി ലാംഗ്വേജ് എപ്പോഴും പോസിറ്റീവായിരിക്കണം. നമ്മൾ ആരേക്കാളും ചെറുതുമല്ല, നമ്മൾ ആരേക്കാളും വലുതുമല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാകണം. ആ ഒരു ഉത്തമ ബോധ്യം നമ്മളിൽ ഉണ്ടാകണം. നമ്മൾക്ക് എന്തൊക്കെയാണോ പോസിറ്റീവ് ക്വാളിറ്റികൾ ഉള്ളത് അതിൽ നമ്മൾക്ക് അഭിമാനം തോന്നണം. അത്യാവശ്യത്തിന് സ്വത്തുണ്ടാകാം, വിദ്യാഭ്യാസമുള്ളവരാകാം, ആരോഗ്യമുള്ളവരാകാം, നല്ല സൗന്ദര്യമുള്ളവരാകാം, അങ്ങനെ നല്ല ബന്ധുമിത്രാദികളുണ്ടാകാം. അങ്ങനെ നമ്മൾക്ക് എന്തെല്ലാം പോസിറ്റീവ് കാര്യങ്ങളുണ്ടോ അതിനെക്കുറിച്ച് ഉത്തമ ബോധ്യം ഉണ്ടാകുകയും അതിൽ നമ്മൾ സന്തോഷിക്കുകയും ചെയ്യണം. ചിലർക്ക് തോന്നും എന്നെ ഒന്നിനും കൊള്ളില്ലല്ലോ. അതിനെയാണ് ഇത്രയൊക്കെ ഉണ്ടെങ്കിലും ചില ആളുകൾക്ക് തോന്നും എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് തോന്നുന്ന ആളുകൾ എന്ത് ചെയ്യണം, ഒരു പേപ്പർ എടുത്തിട്ട് അതിലെഴുതുക നിങ്ങൾക്ക് എന്തൊക്കെ പോസിറ്റീവ് ക്വാളിറ്റികളാണോ ഉള്ളത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് പണമുണ്ടോ എന്ന് ചിന്തിക്കുക. നിങ്ങളുടെ കുടുംബപരമായ സ്വത്തുണ്ടാവാം, അല്ലെങ്കിൽ ജോലി കൊണ്ടുള്ള സമ്പാദ്യം ഉണ്ടായിരിക്കാം. പിന്നെ ആരോഗ്യമുണ്ടോ ഇനിയും പണിയെടുക്കാനായിട്ട്, മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവുണ്ടോ, നല്ല കൂട്ടുകാരുണ്ടോ, നല്ല ബന്ധുമിത്രാദികളുണ്ടോ, അങ്ങനെ എന്തൊക്കെ നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ടോ, അങ്ങനെ എന്തൊക്കെയാണ് നിങ്ങളിൽ പോസിറ്റീവ് ക്വാളിറ്റികൾ ഉള്ളത് അതെല്ലാം ഒരു വൈറ്റ് പേപ്പറിലെടുത്തിട്ട് നിങ്ങൾ എഴുതിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് ഇരുന്ന് വായിച്ച് അത് നിങ്ങളുടെ ഉള്ളിൽ പതിയുക. അങ്ങനെ നിങ്ങളുടെ സൗഭാഗ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാകുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് നന്മകൾ വന്നു ചേർന്നുകൊള്ളും. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്.